ഓക്കെ, അപ്പം ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CNG ഫിറ്റിങ്ങും CNGയുമായി ബന്ധപ്പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് സംസാരിക്കാൻ പോവാണ്. ഇപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയതായിട്ട് CNG ഫിറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഒരു എന്താ പറയുക, ഒരു കോംപ്രഹെൻസീവ് വീഡിയോ ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഈ വീഡിയോ ഇറക്കാനുള്ള കാരണം കുറേ പേര് CNG ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, CNG മൊത്തത്തിലൊരു ഒരു ബ്ലണ്ടറാണ്, CNG ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മൊത്തം അലമ്പാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നത് കേട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് റിജോ എന്നാണ്, എൻ്റെ സ്ഥലം കൊടുങ്ങല്ലൂർ അടുത്താണ്. എൻ്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10-11 വർഷത്തോളം ടെക്നീഷ്യനായിട്ട്, ഓട്ടോമോട്ടീവ് ടെക്നീഷ്യനായിട്ട് പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷെവർലെ കാഡിലാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫോർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ മഹേന്ദ്ര, നിസാൻ തുടങ്ങിയ എല്ലാവിധ ഡീലറുകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ സ്വന്തമായിട്ടുള്ള വർക്ക്ഷോപ്പ്, പിന്നെ അതും പോരാഞ്ഞിട്ട് എറണാകുളത്ത് ഫ്ലീറ്റ് ഉണ്ട്, എനിക്ക് സ്വന്തമായ ഫ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം CNG ഫിറ്റ്മെൻറ്റ് സെൻറ്ററുകളിലും അല്ലെങ്കിൽ CNG ഫിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോഴത്തെ പ്രസൻറ്റ് CNGയുടെ അവസ്ഥ എന്താണെന്ന് റിയലായിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന ഒരു സ്പീഡ് പല സമയങ്ങളിലും ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരും സ്പീഡിൽ, നമ്മളിങ്ങനെ ആലോചിച്ച് സംസാരിക്കുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ യൂട്യൂബിൽ സ്പീഡ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്ന വിഷയം CNG കിറ്റുകൾ, CNG വെച്ചുള്ള ഗുണങ്ങൾ. അതായത് CNG വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് മൈലേജാണ് ഇൻക്രീസ് ആവുക. അതായത് ഇപ്പം നിങ്ങൾക്ക് നിലവിൽ ഒരു വണ്ടി ഉണ്ട്, അപ്പോൾ അതിൽ 16 മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1.5 ടൈംസ് നിങ്ങൾക്ക് മൈലേജ് CNGയിൽ കിട്ടും. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CNGയുടെ എന്താ പറയുക, ക്യൂബിക് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വോള്യം എന്ന് പറയുന്നത്, ഡെൻസിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം കൂടുതലാണ്. അപ്പോൾ പെട്രോളിനെ അപേക്ഷിച്ച്, അതേസമയം തന്നെ പെട്രോളിനെ അപേക്ഷിച്ച് CNGക്ക് കത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് കുറവാണ്. അപ്പോൾ ഫയർ ആവാനുള്ളൊരു ഒരു 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 പെട്ടെന്ന് ഫയർ ആവാനും പെട്ടെന്ന് പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള സാധനം പെട്ടെന്ന് വേപ്പറാവുന്ന ഒരു കെമിക്കലാണ് ഈ പെട്രോൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് ഗ്യാസ് ഫോമിൽ തന്നെ നമ്മൾ ടാങ്കിൽ സ്റ്റോർ ചെയ്ത് അതിൽ നിന്ന് ആവശ്യത്തിന് ഫയർ ചെയ്ത് നമ്മുടെ എഞ്ചിനകത്ത് ഫയർ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഈ CNG അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1.5 ടൈംസ് നിങ്ങൾക്ക് മൈലേജിൽ ഇൻക്രീസ് വരും. അപ്പോൾ 18 മൈലേജ് കിട്ടുന്ന ഒരാൾക്ക് എത്ര വരും, കാൽക്കുലേറ്റർ എടുക്കട്ടെ. 18 മൈലേജ് എടുക്കുന്ന ആൾക്ക് 18 × 1.5 27 മൈലേജ് വരും. അതായത് 18 നിങ്ങൾക്ക് നോർമൽ, ഇപ്പം നിങ്ങളുടെ നാട്ടിൻപുറത്ത് വണ്ടി ഓടിക്കുമ്പോൾ 18 മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് CNG ഫിറ്റ് ചെയ്യുമ്പോൾ 27 മൈലേജ് കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ഒരു 10 മൈലേജ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ 10 × 1.5 15. 10 മൈലേജ് ഉള്ളവർക്ക് 15 കിട്ടുള്ളൂ. നമുക്ക് നിലവിൽ എത്രയാണോ മൈലേജ് കിട്ടുന്നത് അതിനനുസരിച്ച് ഇൻക്രീസ് ആവും മൈലേജ്. പിന്നെ ഈ CNG ഫിറ്റ് ചെയ്യുന്നതിൽ CNGയുടെ അകത്ത് എന്തൊക്കെ മേജറായിട്ടുള്ള പാർട്സുകൾ ഉണ്ട് എന്ന് ഞാൻ പറയാം. CNGയുടെ പാർട്സ് എന്ന് പറയുന്നത് റെഡ്യൂസർ ഉണ്ട്. അതായത് നമ്മുടെ ഈ CNGയിൽ നമ്മൾ പമ്പിൽ നിന്ന് പോയിട്ട് ഫില്ല് ചെയ്യുന്നത് 200 ബാർ പ്രഷറിലാണ്. അതായത് ഹൈ പ്രഷറിലാണ് ഈ സാധനം പമ്പിൽ നിന്ന് നമ്മൾ ടാങ്കിലേക്ക് നിറയ്ക്കുന്നത്. നമ്മുടെ നോർമലി ഡിക്കിയിലായിരിക്കും നമ്മൾ ടാങ്ക് ഫിറ്റ് ചെയ്യാം. ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന പല കപ്പാസിറ്റികൾ വരുന്നുണ്ട്. 8 കിലോ വരുന്നുണ്ട്, 10 കിലോ വരുന്നുണ്ട്, 12 കിലോ വരുന്നുണ്ട്, 14 കിലോ വരുന്നുണ്ട്, 18 കിലോ വരുന്നുണ്ട്. അങ്ങനെ പല പല സൈസിലുള്ള, ഇതിന് മുകളിലുള്ള സൈസിലുള്ള ടാങ്കുകളുണ്ട്. അത് കാറിനല്ല, അത് ഹെവി വണ്ടികൾക്ക് യൂസ് ചെയ്യുന്നത് ടാങ്കുകളുണ്ട്. 50 കിലോത്തിൻ്റെ ടാങ്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിൻ്റെ സ്പെയർ മെയിനായിട്ടുള്ള 3 പാർട്സ് ഉള്ളത്. റെഡ്യൂസർ, അതായത് ഈ 200 ബാർ പ്രഷറിൽ നമ്മൾ പമ്പിൽ നിന്ന് ഫ്യൂവൽ സ്റ്റേഷനിൽ നിന്ന് നിറയ്ക്കുന്ന, നമ്മുടെ ടാങ്കിലേക്ക് നിറയ്ക്കുന്ന ആ ഒരു ഗ്യാസിനെ റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ പ്രഷർ കുറച്ചിട്ട് നമുക്ക് എൻജിനിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നോർമൽ പ്രഷർ, അതായത് നമ്മളൊരു ഊതുന്ന പരുവത്തിലുള്ള ഒരു പ്രഷറിലേക്ക്, നമ്മൾ നോർമലി കയ്യിലേക്ക് നമ്മൾ
ഊതുമല്ലോ. അപ്പം ആ ഒരു പ്രഷറിലേക്ക്, ചെറിയ വളരെ ലോ പ്രഷറിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ റെഡ്യൂസർ എന്ന് പറയും, CNGയുടെ റെഡ്യൂസർ. അതാണ് അതിൻ്റെ വൺ ഓഫ് ദ മേജർ പാർട്ട്. രണ്ടാമത്തെ പാർട്ടാണ് ECU. ഈ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന ഈ ഗ്യാസ്, റെഡ്യൂസ് ചെയ്ത ഗ്യാസിനെ ഏത് സമയത്ത് നമ്മുടെ എഞ്ചിനകത്തേക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറ്, അതായത് കമ്പ്യൂട്ടർ. ഇതാണ് ECU. ഇപ്പം നമ്മൾ പെട്രോൾ വണ്ടിയിൽ, ഇപ്പം പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും അതിലൊരു കമ്പ്യൂട്ടർ ഉണ്ട് വണ്ടിക്കകത്ത്. അതിനെയാണ് പെട്രോളിൻ്റെ ECU അല്ലെങ്കിൽ ഡീസലിൻ്റെ ECU എന്ന് പറയാം. അതുപോലെ തന്നെ ഈ CNG കിറ്റിലെ മേജർ ഒരു തലച്ചോറാണ്, ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു തലച്ചോറാണ് ECU എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് വരുന്ന മേജർ പാർട്ട് എന്ന് പറയുന്നത് ഇഞ്ചക്ടറാണ്. അതായത് ഈ ഗ്യാസിനെ ഇപ്പം നമ്മൾ പറഞ്ഞു റെഡ്യൂസർ വഴി പ്രഷർ കുറച്ച് നമുക്ക് ആവശ്യം പെട്രോൾ, അതായത് എൻജിനിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എൻജിനിലേക്ക് ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷറിലേക്ക് ഈ ഗ്യാസിനെ എത്തിച്ചതിന് ശേഷം അത് എങ്ങനെ ഇഞ്ചക്ട് ചെയ്യണം, എവിടെ ഇഞ്ചക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ECU ആണ്. ആ ECU തീരുമാനിച്ചതിന് ശേഷം ഇത് വാൽവ് വഴി ഓപ്പൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇഞ്ചക്ടർ ചെയ്യുന്നത്. അപ്പം മൂന്നാമത്തെ മേജർ പാർട്ടും ഇഞ്ചക്ടർ. ഈ 3 പാർട്ടുകളാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഈ CNG കിറ്റിൽ അല്ലെങ്കിൽ CNG ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ള ഇതിനകത്ത് മെയിൻ ഘടകം. പിന്നീട് വരുന്നതാണ് ഇതിനകത്ത് വരുന്ന റബ്ബർ ഹോസുകൾ, പിന്നെ ഇതിൻ്റെ പ്രഷർ സെൻസറുകൾ, അങ്ങനെ 1-2 ചെറിയ കമ്പോണൻസ് ഉണ്ട്. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല, അത് നമുക്ക് ഏത് വേണമെങ്കിലും വെക്കാം, കുഴപ്പമില്ല. പക്ഷെ ഈ റെഡ്യൂസർ, ECU, ഇഞ്ചക്ടർ, ഈ 3 സാധനം നമ്മൾ മേജറായിട്ട് ശ്രദ്ധിക്കണം. ഏത് ബ്രാൻഡാണെന്ന് ശ്രദ്ധിക്കണം, എങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന്, ഡ്യൂറബിൾ ആയിട്ടുള്ളതാണോ, എന്താ പറയുക അഡാപ്റ്റീവ് ആയിട്ടുള്ളതാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കൂടാതെ വയറിങ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വയറിങ് കിറ്റ്, ഇതിലേക്ക് എല്ലാം കണക്ഷൻ പോകുന്ന വയറിങ് കിറ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഹോസുകൾ ഉണ്ട്, ഗ്യാസ് പോകുന്ന ഹോസുകൾ, റബ്ബർ ഹോസുകൾ, ISI സ്റ്റാൻഡേർഡുള്ള ഹോസുകൾ, ഇതെല്ലാം ഈ കിറ്റിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതൊക്കെ വളരെ തീരെ ചീപ്പായിട്ടുള്ള റേറ്റുള്ള സാധനങ്ങളാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് നമ്മൾ ഈ കിറ്റിൻ്റെ ഒപ്പം അഡീഷണലി ചെയ്യുന്നതാണ് ഈ സിലിണ്ടർ അല്ലെങ്കിൽ CNGയുടെ സിലിണ്ടർ. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതെല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഫിറ്റ്മെന്റ് സെന്ററിൽ നിന്ന് വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ CNG ഫിറ്റ്മെന്റ്, ഇപ്പൊ ഈ 3 ഘടകങ്ങളും നമ്മൾ പറ്റി സംസാരിച്ചു, ഈ CNG കിറ്റിനെ പറ്റി. ഇത് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോകുമ്പോൾ CNG കിറ്റുകളിൽ പല രീതിയിൽ പല ആൾക്കാർ പറയും. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള CNG കിറ്റുകൾ, ഞാൻ പറയുന്നത് ഈ മധ്യകേരളത്തിലെ കാര്യമാണ് കേട്ടോ. അതായത് കൊച്ചി, ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, കൊച്ചി, തൃശ്ശൂർ, ആലപ്പുഴ, ഈ ഒരു റേഞ്ചിലൊക്കെ ഉള്ള CNG ഫിറ്റ്മെന്റ് സെന്ററിൽ പരമാവധി ആളുകൾ കുറഞ്ഞ കിറ്റുകൾ, അതായത് ഇന്ത്യൻ മെയ്ഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ കിറ്റുകൾ പരമാവധി പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം അതിനകത്ത് അവർക്ക് മാർജിൻ ഉണ്ട്. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ എവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള, അത്യാവശ്യം ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം പോയി ഫിറ്റ്മെന്റ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമുക്ക് അവർ കൂടുതൽ ഓവർ ചാർജ് ചെയ്യാനും ടെക്നിക്കലായിട്ട് അറിയാത്തത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഫിറ്റ്മെന്റിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ CNG ഫിറ്റ്മെന്റ് സെന്ററിൽ ചെയ്യുന്ന പരിപാടിയാണ് ഇവരത് മിക്സ് ചെയ്യും. അതായത് ECU നല്ല ബ്രാൻഡിൻ്റെ ഇടും, നല്ല ഒറിജിനൽ നല്ല സാധനം ഇടും, റെഡ്യൂസർ ഏതെങ്കിലും ഇന്ത്യൻ ലോക്കൽ ബ്രാൻഡ് ഇടും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നല്ല പറയുന്നത്, പക്ഷെ അത് മിക്സ് ചെയ്യൂര്. പിന്നെ ഇഞ്ചക്ടർ ഏതെങ്കിലും ഒക്കെ ഇടും. ലോക്കൽ കുറേ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ലോക്കൽ കിട്ടും. ഇവർ ഇതിന്റെ ഇഞ്ചക്ടർ മാത്രം നല്ലൊരു ബ്രാൻഡിന്റെ, അതായത് ഇമ്പോർട്ട് ചെയ്ത ബ്രാൻഡിന്റെ അല്ലെങ്കിൽ യൂറോപ്യൻ ബ്രാൻഡിന്റെ ഏതെങ്കിലും ഇഞ്ചക്ടർ ECU ഇടും. അതായത് മെയിൻ കമ്പ്യൂട്ടർ മാത്രം ഒറിജിനൽ സാധനം ഇടും. ബാക്കി ഒറിജിനൽ എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന നല്ല സാധനം, നല്ല ബ്രാൻഡ് ഇടും. ബാക്കിയുള്ള മേജർ പാർട്സുകളെല്ലാം ഇവർ ലോക്കലി അറേഞ്ച് ചെയ്തിട്ട് ഇവർക്ക് മാർജിൻ, അതിനകത്തൊരു മാർജിൻ കിട്ടും. അപ്പൊ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിലവിലൊരു ലേബർ കോസ്റ്റ് ഉണ്ട് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളടുത്ത് ഒരു പാക്കേജ് റേറ്റ് പറയാം. അതായത് CNG കിറ്റ്, സിലിണ്ടർ, ഇൻസ്റ്റലേഷൻ ചാർജ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇവരുടെ ഒരു പാക്കേജ് ചാർജ്. ഇപ്പൊ 60, 65, 70 എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ ഓരോ റേറ്റ് മേടിക്കും, ചിലർ 50 മേടിക്കും. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ലേബർ ഉണ്ട്, എത്രയാണെന്ന് വെച്ചാൽ അവരത് എടുത്തോട്ടെ, ലേബർ എടുത്തോട്ടെ. പക്ഷെ ഇവർ ഇതിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ലേബറിന് പുറമെ ഇവർക്ക് മാർജിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചില ബ്രാൻഡുകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ബ്രാൻഡിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇന്ത്യൻ ബ്രാൻഡുകൾ
അങ്ങോട്ടും ഇങ്ങോട്ടും റീബ്രാൻഡ് ചെയ്തതും കോപ്പി ചെയ്തതും അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ എല്ലാം അപ്രൂവ്ഡ് ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. എല്ലാം അപ്രൂവ്ഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ ബ്രാൻഡിന്റെ ആ ഒരു ക്വാളിറ്റിയോ ആ ഒരു അഡാപ്റ്റേഷനോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവരിത് മിക്സ് ചെയ്ത് കയറ്റുമ്പോൾ നമുക്കാണ് ഇതിന്റെ ഭാവിയിൽ ബുദ്ധിമുട്ട് വരാം. ചിലപ്പോൾ വല്ല മിസ്സിങ് വരാം, എഞ്ചിൻ മിസ്ഫെയർ വരാം, അല്ലെങ്കിൽ എഞ്ചിനുമായിട്ട് അങ്ങോട്ട് ഇഴുകിച്ചേരാത്തൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യും ചില സമയങ്ങളിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ലോക്കൽ റെഡ്യൂസറും ECUം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അങ്ങനെ കൂടുതൽ പ്രശ്നം മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വരില്ല. കാരണം എൻ്റെ വണ്ടിയിൽ തന്നെ ഞാൻ ചെയ്തതല്ല, മുൻപ് ഇത് ചെയ്തത് വേറെ ആളായിരുന്നു. ഇത് CNG കിറ്റ് കയറ്റിയത്, പുള്ളിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പൊ ഇത് ചെയ്ത സ്ഥലത്ത് ഇത് മിക്സ് ചെയ്താ കയറ്റിയത്. റെഡ്യൂസർ ലോക്കൽ ബ്രാൻഡും ECU വേറെ നല്ലൊരു ബ്രാൻഡിന്റെ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവത്തിൽ പറയുന്നത്. പിന്നെ അടുത്തത് പറയാനുള്ള പോയിന്റ്, നിലവിൽ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNG പമ്പുകളിൽ നിലവിൽ നടക്കുന്നത്, നിലവിൽ CNG എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിൽ മിക്കവാറും എല്ലാ പമ്പുകളിലും എല്ലാ ലൊക്കേഷനുള്ള പമ്പുകളിൽ CNG എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുതിയ പമ്പുകളിൽ CNG വരുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റേഷനുകളിൽ, CNG സ്റ്റേഷനുകളിൽ അവിടുത്തെ കംപ്രസറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ പ്രഷർ ഉണ്ടാവില്ല, ചിലപ്പോൾ അവിടുത്തെ പാർട്സ് എന്തെങ്കിലും പെട്ടെന്ന് ഡിഫക്റ്റ് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളിത് CNG ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഫ്രീ ആയിട്ട് കോൺഷ്യസ് അല്ലാതെ CNG യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ പൈപ്പ് ലൈൻ ഉള്ള മേഖലകളിലാണ്. ഇപ്പൊ കൊച്ചിയിൽ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, ഇപ്പൊ സിറ്റി ഗ്യാസ് അല്ലെങ്കിൽ ഗെയിലിന്റെ ആ ഒരു പൈപ്പ് ലൈൻ ഉള്ള ഏരിയയിലും പൈപ്പ് ലൈനിൽ കണക്റ്റഡ് ആയിട്ടുള്ള പമ്പുകളിലും നമുക്ക് എപ്പോൾ വേണേലും പോയിട്ട് 24 hours നമുക്ക് CNG ഫില്ല് ചെയ്യാം. അവിടെ CNG ഇല്ലാത്തൊരവസ്ഥ വരുന്നില്ല. പക്ഷേ ഇപ്പൊ നിലവിൽ ഫില്ല് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പൊ പൈപ്പ് ലൈൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഇപ്പൊ റൂറൽ ഏരിയയിലൊക്കെ CNG ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ എപ്പോ പോയാലും CNG ഉണ്ടാവണമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം CNG വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് വേറെ വണ്ടിയിൽ ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ തിരിച്ച് ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് അത് പ്രഷർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ അത് എപ്പോഴും വർക്കിംഗ് ആയിരിക്കണം എന്നില്ല. പല ടെക്നിക്കൽ ഇഷ്യൂസും ഇപ്പൊ നിലവിൽ നേരിടുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ ഇത് ലാഭകരമാണ്. പിന്നെ ബെസ്റ്റ് CNG കിറ്റുകൾ, ഇപ്പൊ നിങ്ങളുടെ വണ്ടിക്ക് അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ CNG കിറ്റുകൾ തിരഞ്ഞെടുക്കണം. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പല ആളുകളും CNG ഫിറ്റ് ചെയ്തിട്ട്, എനിക്ക് ഇത് CNG ഫിറ്റ് ചെയ്തതിനു ശേഷം എൻ്റെ വണ്ടി വളരെ മോശമായി മാറി, എനിക്ക് മിസ്സിംഗ് ആണ്, മൊത്തത്തിൽ തലവേദനകളാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട്. പണ്ട് തുടക്ക കാലഘട്ടങ്ങളിൽ CNG ഫിറ്റ് ചെയ്ത ആളുകളിൽ. അപ്പൊ അതില് അവര് ശ്രദ്ധിക്കേണ്ട ബ്രാൻഡുകളും CNG കിറ്റ് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോ നിങ്ങളുടെ വണ്ടി ഒരു ടർബോ VVT ഉള്ള വണ്ടിയാണെങ്കിൽ, ടർബോ ബൂസ്റ്റിംഗ് ഉള്ള ഒരു പെട്രോൾ വണ്ടി, അതായത് പുതിയ പെർഫോമൻസ് ഓറിയന്റഡ് വണ്ടികളുണ്ടല്ലോ, ഈ സ്കോഡ അല്ലെങ്കിൽ വോക്സ് വാഗൺ, അങ്ങനെയുള്ള വണ്ടികളാണോ? അങ്ങനെയുള്ള വണ്ടികളാവണമെന്നില്ല. ടർബോ വരുന്ന വണ്ടികളുണ്ടല്ലോ, പെട്രോൾ വണ്ടികൾ, അതിപ്പോൾ പല ബ്രാൻഡുകളിൽ ടർബോ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. GT മോഡലുകൾ ഇങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഇതിൽ വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, VVT. അതായത് ഹൈ RPM നമുക്ക് വാൽവിന്റെ ഒരു അഡ്വാൻസിങ് നടക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് മെക്കാനിക്കലി അഡ്വാൻസിങ് നടക്കും. അപ്പൊ ആ പരിപാടിയും ചെയ്യുന്ന ഒരു ടെക്നിക്കൽ സെറ്റപ്പും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ കുറെ ഇഷ്യൂസ് വരും. നമ്മൾ സാധാരണ കിറ്റുകൾ, ലോക്കൽ ബ്രാൻഡിലുള്ള കിറ്റുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ടർബോ VVT ഉള്ള വണ്ടികളിൽ, അതായത് പെർഫോമൻസ് പ്യൂറായിട്ട് പറയുകയാണെങ്കിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടികളിൽ എപ്പോഴും പോളിഷ് ബ്രാൻഡ് ആയിട്ടുള്ള സ്റ്റാഗ് അല്ലെങ്കിൽ യൂറോപ്പ് ഗ്യാസ്, ഈ ബ്രാൻഡിന്റെ മാത്രം ഫിറ്റ് ചെയ്യുക. ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ലോവാറ്റോടെ OBD2, പുതിയതായിട്ട് വരുന്ന OBD2, അതായത് നമ്മുടെ വണ്ടിയിലെ ECUമായിട്ട് കണക്ഷൻ വരുന്ന OBD2 കിറ്റുകൾ മാത്രം ചെയ്യുക. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ആവും, ഡൈനാമിക്കലി അഡാപ്റ്റ് ആവും. നമ്മളുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ആവശ്യം, എഞ്ചിന്റെ ആവശ്യം അനുസരിച്ച് അതിലേക്ക് കൊടുക്കുന്ന ആ ഒരു CNGയുടെ എമൗണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഡൈനാമിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ട്
അത് അതിനനുസരിച്ച് വണ്ടിക്ക് എന്താണോ ആവശ്യം, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അത് പുഷ് ചെയ്യും. സാധാ കിറ്റുകൾ, ഇപ്പം നമ്മൾ ലോക്കൽ ബ്രാൻഡുകളിലുള്ള കിറ്റുകൾ ഈ ഇങ്ങനെയുള്ള വണ്ടികളിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പല മിസ്റ്റേക്കുകൾ, പല ഇഷ്യൂസ് ഉണ്ടാവും. കാല് കൊടുക്കുമ്പോൾ ഒരു ജെർക്കിങ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ അതിലൊരു ഷിഫ്റ്റിങ്ങിലുള്ള ഡിലേ, ഇങ്ങനത്തെ പല ഇഷ്യൂസും വരും. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് കിറ്റ് കയറ്റുവാണെങ്കിലും നിങ്ങൾ ഇഞ്ചക്ടറിൽ നിന്ന്, അതായത് CNGയുടെ ഇഞ്ചക്ടറിൽ നിന്ന് CNGയുടെ ഈ നോസിൽ വരെയുള്ള ലെങ്ത്ത്, ഹോസിന്റെ ലെങ്ത്ത് ഒരു 10 സെന്റിമീറ്ററിന് ഉള്ളിൽ നിൽക്കണം. അതായത് ഈ ഒരു ലെങ്ത്ത്, എൻ്റെ ഈ കൈയുടെ ലെങ്ത്തിനുള്ളിൽ ആ ഹോസിൻ്റെ അത് നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കണക്ക്. ഇതിന് ഓവറായിട്ട് ഇതിനെ കൂടുതൽ ലെങ്ത്തിൽ ഹോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഞാൻ പ്രത്യേകം പറയുന്നത് ഇഞ്ചക്ടറിൽ നിന്ന് നോസിലേക്ക്, CNGയുടെ നോസിലേക്ക് പോകുന്ന, CNG ഇഞ്ചക്ടറിൽ നിന്ന് CNG നോസിലേക്ക് പോകുന്ന ആ ഒരു ഹോസിന്റെ ലെങ്ത്ത് 10 സെന്റിമീറ്ററിനകത്ത് നിൽക്കണം. അതിൽ താഴെ ഏറ്റവും നല്ലത്. ഏറ്റവും അടുത്ത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത്രയും അടുത്തായിട്ട് CNG ഫിറ്റ് ചെയ്യണം. CNGയുടെ ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്യണം നമ്മുടെ മാനിഫോൾഡിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് കിറ്റ് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ പെർഫോമൻസ് കിറ്റ് ചെയ്യുകയാണെങ്കിലും ലോക്കൽ കിറ്റുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം ചെയ്യുന്ന സ്ഥലത്ത്. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നോർത്ത് ഇന്ത്യൻസ് ആണ് ജോലിക്കാരായിട്ടുള്ളത്. അപ്പൊ ഈ നിങ്ങൾക്കറിയാം, എല്ലാവരിലും ഇപ്പോൾ എല്ലാ നാട്ടുകാരിലും, ഇപ്പൊ ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, എല്ലാ നാട്ടിലും സ്കില്ലുള്ള ആൾക്കാരും ഉണ്ട്, സ്കില്ലില്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ച് അതിന്റെ പേഴ്സൻറ്റേജ് വ്യത്യാസപ്പെടും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പണി ചെയ്യുന്ന ആൾക്കാർ, അത്യാവശ്യം ഇപ്പൊ ഒരു മേജർ പേഴ്സൻറ്റേജ് ആൾക്കാർക്കും നല്ല ഹൈലി സ്കിൽഡ് ആയിരിക്കും എല്ലാ ഫീൽഡിലും. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഹൈലി സ്കിൽഡ് ഉണ്ടാവണം എന്നില്ല. അവര് ഹറി ബറി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്ത് വിടുക വണ്ടി, ആ ഒരു മൈൻഡ് സെറ്റ് ആൾക്കാരായിരിക്കും. പിന്നെ ഇതിന്റെ ഓണേഴ്സ് മലയാളികളായിരിക്കും. കേരളത്തിലുള്ളത് മിക്കവാറും എന്തായാലും മലയാളികളായിരിക്കും ഈ ഫിറ്റ്മെന്റ് സെന്ററിന്റെ ഓണേഴ്സ്. അവരിത് ക്രോസ് ചെക്ക് ചെയ്യാനോ ഫൈനലി ഇൻസ്പെക്ട് ചെയ്യാനോ ക്വാളിറ്റി ചെക്ക് നടത്താനോ ശ്രമിക്കാറില്ല. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഇതിനു മുൻപ് CNG ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അവിടെ എങ്ങനെ ഹറിബറി ആയിട്ടാണോ ഫിറ്റ് ചെയ്തത്, എത്ര തവണ അവിടെ പോവേണ്ടി വന്നു ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കാനായിട്ട്, ഫിറ്റ് ചെയ്തതിന് ശേഷം മിസ്സിങ്, ഇത് ജെർക്കിങ് അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിങ് ചെയ്ത് കാല് കൊടുക്കുമ്പോൾ എൻജിൻ വൈബ്രേഷൻ, ഇങ്ങനത്തെ പല ഇഷ്യൂസും വരാറുണ്ട്. ചിലർക്ക് ചെക്ക് എൻജിൻ വാർണിംഗ് ലൈറ്റ് വരും. ഇതൊന്നും ശരിക്കും നോർമലി സംഭവിക്കുന്നതല്ല. ഇത് ഫിറ്റിങ്സിൽ എന്തെങ്കിലും അപാകത കൊണ്ട് സംഭവിക്കുന്നതാണ് പൊതുവെ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പെർഫോമൻസ് വണ്ടികളിൽ സ്റ്റാഗ്, യൂറോപ്പ് ഗ്യാസ് അല്ലെങ്കിൽ ലോവാറ്റോയുടെ പുതിയ OBD2, സ്മാർട്ട് OBD2, ഇതിനെല്ലാത്തിനും എന്താ പറയാ BS6 അപ്രൂവല്. ഈ സ്റ്റാഗിന് BS6 അപ്രൂവൽ ഉണ്ട്. യൂറോപ്പ് ഗ്യാസ് ഇവിടെ എത്ര പേര് അപ്രൂവൽ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് നിങ്ങൾ അന്വേഷിച്ച് ചെയ്യണം ഓരോ കിറ്റില്. സ്റ്റാഗ് ചെയ്യുന്ന സ്ഥലങ്ങൾ എനിക്കറിയാം. പിന്നെ പഴയ വണ്ടികൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പുതിയ പെർഫോമൻസ് ഓറിയന്റഡ് വണ്ടികളുടെ കേസാണ്. പഴയ വണ്ടികളിൽ ഈ ടർബോ ഇല്ല, VVT ഇല്ല, സാധാ ഒരു എഞ്ചിൻ, ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ, ഒരു 4 സിലിണ്ടർ എഞ്ചിൻ, പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജികളൊന്നും ഇല്ലാത്ത ഒരു സാധാ ഒരു എഞ്ചിൻ, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് കിറ്റ് വേണമെങ്കിലും ചെയ്യാം. അത് കിറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. ആ ഒരു SOP, ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച് മാത്രം ചെയ്യുന്ന കിറ്റുകൾ, ഏത് കിറ്റും ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കിറ്റ് വേണമെങ്കിലും ഈ പഴയ വണ്ടികളിൽ ചെയ്യാം. പിന്നെ പഴയ വണ്ടികളിൽ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പെട്രോൾ മോഡിൽ, ഇപ്പൊ നിങ്ങൾ പെട്രോളിൽ ഓടിക്കുന്നുണ്ടെങ്കിൽ അത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട്, പെട്രോൾ മോഡിൽ അതിൽ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം CNG ഫിറ്റ് ചെയ്യാൻ പോവുക. കാരണം പെട്രോളില് എന്തെങ്കിലും മൈന്യൂട്ട് ഇഷ്യൂ ഉണ്ടാവും, കാര്യമായ ഇഷ്യൂസ് ഫീൽ ചെയ്യില്ല. പക്ഷെ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ CNG ഫിറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇത് രണ്ടും ഫയർ ആവാനുള്ള, ഈ രണ്ട് ഫ്യൂവലും ഫയർ ചെയ്യാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഇഗ്നീഷൻ ടൈം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മിസ്സിംഗ് ഒക്കെ കൂടുതൽ ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ഇഗ്നീഷൻ കോയിലോ അല്ലെങ്കിൽ വാൽവ് ക്ലിയറൻസോ, അതായത് നിങ്ങളുടെ ഹെഡിന്റെ ഈ എക്സോസ്റ്റ് വാൽവോ ഇൻലെറ്റ് വാൽവോ അതിന്റെ ക്ലിയറൻസ്, ടാപ്പറ്റ് ക്ലിയറൻസ് എന്നാണ് പറയാം. ഇത് നിങ്ങൾ
കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ലോഡായിരിക്കെ ലൂസായിരിക്കെ ഇതിൽ എന്തെങ്കിലും രീതിയിൽ അവസ്ഥയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് CNG കയറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൂടുതൽ മിസ് ഫയർ അല്ലെങ്കിൽ ബാക്ക് ഫയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ ഓടിക്കുന്ന സമയത്ത്. ഇഗ്നീഷൻ കോയിൽ പ്രശ്നം ഉണ്ടെങ്കിലും വരും. സ്പാർക്ക് പ്ലഗ് എന്തായാലും നമ്മൾ കിറ്റ് കയറ്റുമ്പോൾ CNG കിറ്റ് കയറ്റുമ്പോൾ എന്തായാലും സ്പാർക്ക് പ്ലഗ് കയറ്റും. പിന്നെ സ്പാർക്ക് പ്ലഗ് കയറ്റുന്ന സമയത്ത്, പുതിയ സ്പാർക്ക് പ്ലഗ് കയറ്റുന്ന സമയത്ത് ഇറിഡിയം പ്ലഗുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഫൈൻ ഇറിഡിയം പ്ലഗുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ നോർമൽ ഇറിഡിയം പ്ലഗുകൾ ഉണ്ട്, അതായത് 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇറിഡിയം പ്ലഗുകൾ, സാധാ പ്ലഗ് പോലെ അല്ലാത്ത ഇറിഡിയം പ്ലഗുകൾ കിട്ടും. അത് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല, കാരണം അത് പേരിനൊരു ഇറിഡിയം എന്ന് മാത്രമേ ഉള്ളൂ. അത് 2 എൻഡിലും ഇറിഡിയം ഇല്ല. അപ്പോൾ ഫൈൻ ഇറിഡിയം, അതായത് ഇറിഡിയത്തിന്റെ അലോയ് അല്ല, ഫൈൻ ഇറിഡിയം പ്ലഗ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1-1.5 ലക്ഷത്തോളം ഈ സ്പാർക്ക് പ്ലഗ് മാറേണ്ട ആവശ്യമില്ല. ഈ നോർമൽ പ്ലഗുകൾ ഇട്ടാൽ ഒരു 30-40 ഇടയിലൊക്കെ, അല്ലെങ്കിൽ ഒരു 25 കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ഇഷ്യൂസ് ഫീൽ ചെയ്യും. ഈ നോർമൽ സ്പാർക്ക് പ്ലഗുകൾ, അതായത് 100-150 രൂപയുടെ NGK അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ പ്ലഗുകൾ ഇട്ടാൽ നിങ്ങൾക്ക് ഒരു 20-25-25,000 കിലോമീറ്റർ ഒക്കെ വരെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നോർമലി അവസ്ഥയിൽ അത് മതി. പക്ഷേ കുറച്ചും കൂടി ലോങ് ലൈഫ് ഡ്യൂറബിലിറ്റി ഒക്കെ നോക്കുന്ന ആൾക്കാർ ഏറ്റവും ബെസ്റ്റ് ഫൈൻ ഇറിഡിയം പ്ലഗ്. അതിന് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയോളം വരും ഒരൊറ്റ പ്ലഗിന്. അപ്പം 4 പ്ലഗ് മാറാൻ 4000 രൂപ വരും. മനസ്സിലായ? പ്ലഗിന് മാത്രം. അപ്പം അങ്ങനെയുണ്ട്. റേറ്റ് കൂടുതലായിരിക്കും, പക്ഷെ അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ എത്രയോ ടൈംസ് അത്ര അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക്. അപ്പം ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, ഈ വെറുതെ പോകുന്നു, ഇതിനെ പറ്റിയോ ഒന്നും പഠിക്കാതെ, ഈ CNGനെ പറ്റിയോ CNG കയറ്റുന്ന സ്ഥലങ്ങളെ പറ്റിയോ ഫിറ്റ്മെന്റ് സെന്ററുകളുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയോ ഓണേഴ്സിനോടൊന്നും കൂടുതൽ സംസാരിക്കാതെ ഓക്കെ CNG കയറ്റാം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി അറിയാതെ, ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാതെ CNG കയറ്റി പണി മേടിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ജെർക്കിങ് ഉണ്ടാവും, എൻജിൻ വാർണിംഗ് ലൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കാല് കൊടുക്കുമ്പോൾ ഒരു കുത്തലുണ്ടാവും. അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഫ്രീ ടു ടോക്ക് ആണ്, നോ ഇഷ്യൂസ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വണ്ടിയുടെ മെക്കാനിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഡയഗ്നോസ് ചെയ്യാനോ, അല്ലെങ്കിൽ CNG ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മെക്കാനിക്കൽ സൈഡ്, ഇലക്ട്രിക്കൽ സൈഡ്, എൻജിൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനോ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ CNG കയറ്റുന്നത് ലാഭമാണോ, ഇത് എന്തിനാ കയറ്റുന്നത്, ഇത് കയറ്റിയിട്ട് വല്ല ഉപകാരം ഉണ്ടോ എന്ന് കുറച്ച് പേര് ചോദിക്കും. CNG കയറ്റിയാൽ 100% ഉപകാരമാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ആവറേജ് കിറ്റിന്റെ റേറ്റ് ഒരു 60,000 റുപ്പീസ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ 60,000 നിങ്ങൾ ചെലവാക്കുന്നു, ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് നിങ്ങൾ ചെലവാക്കുന്നു. ഇത് 1 ഇയറിൽ ഒരു 10,000 കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിയാണെന്ന് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. 10,000 കിലോമീറ്റർ ഒരു വർഷം കൊണ്ട് ഓടുന്നു. നോർമലായിട്ട് അത്യാവശ്യം ഓടിക്കുന്ന ആൾക്കാർ 10,000 കിലോമീറ്റർ ഓടിക്കും. അപ്പൊ 2 വർഷം കൊണ്ട് ഈ പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ പെട്രോളിൽ നിങ്ങൾക്ക് 6 രൂപ പെർ കിലോമീറ്റർ ആവറേജ് വരും. 5 to 6 rupees പെർ കിലോമീറ്റർ വരും. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് പകുതി ആവുള്ളൂ, അതായത് 3 rupees പെർ കിലോമീറ്റർ ആവുള്ളൂ. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 വർഷം കൊണ്ട് തന്നെ ഈ 60,000 റുപ്പീസ് പെട്രോളിൽ ഓടുന്ന ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ മാറി, ബാലൻസ് ആയി മാറി. മനസ്സിലായോ? അപ്പോൾ 2 വർഷം അത്യാവശ്യം ഓട്ടമുള്ളവർക്ക് ഇപ്പൊ 1 വർഷം കൊണ്ട് തന്നെ 20,000 കിലോമീറ്ററും 30,000 കിലോമീറ്റർ ഒക്കെ ഓടുന്നവർക്ക് വളരെയധികം ലാഭമാണ്. ഒറ്റ വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ചെലവാക്കിയ പൈസ കവർ ചെയ്യാൻ പറ്റും. പിന്നീട് ഓടുന്നതെല്ലാം നിങ്ങൾക്ക് ലാഭമാണ്. ലാഭം എന്ന് വെച്ചാൽ പെട്രോളിനെ കമ്പയർ ചെയ്യുമ്പോഴാട്ടോ. പെട്രോൾ ഡീസലിന് അത്യാവശ്യം മൈലേജ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പെട്രോളിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മൈലേജും അല്ലെങ്കിൽ ഭാവിയിലുള്ള ലാഭവും ഒക്കെ പറയുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീസൽ വണ്ടികൾ മിക്കവാറും എല്ലാ സിറ്റികളിലും നിരോധനം തുടങ്ങും. കേരളത്തിൽ അത് അവസാനമായിരിക്കുള്ളൂ, ഡീസൽ വണ്ടി നിരോധനം. കാരണം കേരളം വളരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നിലവിൽ കേരളം, കൊച്ചി ഒന്നുമല്ല. അപ്പം അത് ഇനിയും ഒരു 5 വർഷം കഴിയുമ്പോഴായിരിക്കും ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം നടക്കാൻ പോകുന്നത്. ഡീസൽ വണ്ടികൾ നിരോധിക്കും. പെട്രോൾ വണ്ടികൾക്കും കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരും.
ഈ ഗ്രീനായി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ CNG ഫിറ്റഡ് വണ്ടികളാണ് ഗ്രീൻ ലെവലിൽ ഉൾപ്പെടുത്തുക. അതിനൊപ്പം തന്നെ ഇലക്ട്രിക് വണ്ടികൾ, ഹൈബ്രിഡ് വണ്ടികൾ, ഹൈഡ്രജൻ വണ്ടികൾ, ഇതൊക്കെയാണ് അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഈ നമ്മളെ റോഡുകളിൽ നോർമലി കാണാൻ പറ്റുന്ന വണ്ടികൾ. അപ്പൊ ഈ ഗ്യാസ് കയറ്റിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CNG ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന CNG എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ ഗ്യാസ്, ഈ പറഞ്ഞ ഫോസിൽ ഫ്യൂവൽ തന്നെയാണ് ഈ നാച്ചുറൽ ഗ്യാസ്. നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫ്യൂവലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു റിന്യൂവബിൾ എനർജിന്നോ ഗ്രീൻ എനർജിന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കുമുള്ള റിന്യൂവബിൾ എനർജി ഗ്യാസ്, ഏറ്റവും നാച്ചുറൽ ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ഗോബർ ഗ്യാസ് ആണ്. അല്ലെങ്കിൽ എന്താ പറയുക, അഗ്രികൾച്ചർ വേസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ബയോഗ്യാസ്, മൊത്തത്തിൽ പറയുമ്പോൾ ബയോ ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസുകളാണ് ബയോഗ്യാസ്. അപ്പോൾ നിലവിൽ നമ്മുടെ സർക്കാരുകൾ പല സ്ഥലങ്ങളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ CNG അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ഗോബർ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റുകളെല്ലാം നമ്മളിവിടെ പ്ലാൻ ചെയ്ത് ഈ നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റ് അല്ലെങ്കിൽ സിറ്റിയിലെ വേസ്റ്റുകളെല്ലാം അതിലേക്ക് ഡംപ് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച്, ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് അത് ചെയ്യുന്ന ഒരു പ്ലാൻ ഇപ്പോൾ അടുത്ത 5 വർഷത്തിനകത്ത് നടപ്പിലാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞില്ലെങ്കിൽ കൂടെ റേറ്റ് കൂടാതെ നിൽക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് CNG ചെയ്യുന്നത്, അറിഞ്ഞിട്ട് ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്താലും, CNG കിറ്റ് ചെയ്യുന്നതായാലും ശരി, എന്ത് കാര്യം ചെയ്യുന്നതായാലും ശരി, പഠിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടങ്ങളും, മെന്റൽ നഷ്ടങ്ങളും, ഫിനാൻഷ്യൽ നഷ്ടങ്ങളും നിങ്ങൾക്ക് നേരിടും. അപ്പം നിങ്ങൾ ആലോചിച്ചും കണ്ടും ചെയ്യുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അതായത് CNG കിറ്റിൻ്റെ എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു പിക്ചറിലൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ വരച്ച ഒരു സംഭവം. അതായത് നമ്മൾ CNG 4 സിലിണ്ടർ എൻജിനിൽ CNG ഫിറ്റ്മെൻ്റാണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് നോർമൽ രീതിയിൽ വരച്ചാണ്, ഭയങ്കര ക്വാളിറ്റി ഒന്നും നോക്കണ്ട. അപ്പോൾ പറഞ്ഞു വന്നത്, പെട്രോൾ ECUയിൽ നിന്ന് നമ്മുടെ പെട്രോൾ ഇഞ്ചക്ടറിലേക്ക് കറണ്ട് പോകുന്നു. ഈ കറണ്ടിനെ നമ്മുടെ CNG ECU എടുക്കുന്നു. അതായത് നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ കപ്ലറിൽ പുതിയ കപ്ലർ, ഫീമെയിൽ കപ്ലറിൽ മെയിൽ കപ്ലർ കണക്ട് ചെയ്തിട്ടാണ് ഇതിലെടുക്കുന്നത്. വയറൊന്നും കട്ട് ചെയ്യില്ല. അപ്പോൾ പെട്രോൾ ECUയിൽ നിന്ന് പെട്രോളിൻ്റെ ഇഞ്ചക്ടറിലേക്ക് വരുന്നു. ആ കപ്ലറിൽ നിന്ന് പുതിയ കപ്ലർ കണക്ട് ചെയ്തിട്ട് CNG ECUയിലേക്ക് കണക്ഷൻ എടുക്കുന്നു. ആ കണക്ഷനിൽ നിന്നാണ്, അതിനനുസരിച്ചാണ് ഇപ്പുറത്ത് CNG ഇഞ്ചക്ടറിലേക്ക് കറണ്ട് പോകുന്നത്. അതായത് അത് വർക്ക് ചെയ്യുന്നത്. എത്രത്തോളം ഗ്യാസ് എൻജിനിലേക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പെട്രോൾ ഇഞ്ചക്ടറിൽ നിന്നുള്ള കണക്ഷനാണ് തീരുമാനിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ CNG ഇഞ്ചക്ടറിൽ നിന്ന് തന്നെയാണ് വീണ്ടും തിരിച്ച് പെട്രോളിലേക്ക് ഒരു കണക്ഷൻ പോകുന്നത്. അപ്പോൾ അതായത് ഇത് CNG ECU ആണ് തീരുമാനിക്കുന്നത് പെട്രോളിലേക്കും നമ്മുടെ CNG ഇഞ്ചക്ടറിലേക്കും എങ്ങനെ കറണ്ട് പോകണം, ഏത് രീതിയിൽ പോകണമെന്ന്. അപ്പം നമ്മൾ CNG ഓണാവുന്ന സമയത്ത് CNGയുടെ ഇഞ്ചക്ടറിലേക്കും പോകും. CNG ഓഫ് ചെയ്ത് പെട്രോൾ ആക്കുന്ന സമയത്ത് ഡയറക്റ്റ് പെട്രോൾ ഇഞ്ചക്ടറിലേക്ക് പോകും. അതായത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് പോകും. അതാണ് അതിൻ്റെ ഒരു സ്വിച്ച് സിസ്റ്റം. CNGയുടെ സ്വിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏതെങ്കിലും വണ്ടിയിൽ CNG ഫിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്റ്റാറ്റിക് അഡ്വാൻസർ അല്ലെങ്കിൽ ഡൈനാമിക് അഡ്വാൻസർ. അപ്പോൾ സ്റ്റാറ്റിക് അഡ്വാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോളിനേക്കാളും തീ പിടിക്കാനുള്ള അല്ലെങ്കിൽ ഫയർ ആകാനുള്ള ഒരു ടെൻഡൻസി CNGക്ക് വളരെ കുറവാണ്. അപ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ട് നമ്മൾ നിലവിൽ പെട്രോൾ വണ്ടിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്രോളിനെ ഫയർ ചെയ്യാനുള്ള ഒരു മാപ്പിംഗ് ആണ് ഈ പെട്രോളിൻ്റെ ECUയിലുള്ളത്. അപ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ട് നമ്മൾ ക്രാങ്ക് സെൻസർ, വണ്ടിയിലൊരു ക്രാങ്ക് സെൻസർ ഉണ്ട്. ആ ക്രാങ്ക് സെൻസറിൻ്റെ ലൈനിൽ നമ്മൾ സ്റ്റാറ്റിക് അഡ്വാൻസർ ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ സ്റ്റാറ്റിക് അഡ്വാൻസറിൽ നിന്നാണ് പെട്രോൾ ECUയിലേക്ക് പോകുന്നത്. അതായത് നമ്മളിതിനെ ബൂസ്റ്റ് ചെയ്യാന്നല്ല പറയുക, അതിൻ്റെ ആംഗിൾ വാരി ചെയ്തിട്ടാണ് ECUയിലേക്ക് വിടുന്നത്. അപ്പോൾ ECU ആണ് സ്പാർക്ക് പ്ലഗ്. അതായത് CNGക്ക് ആവശ്യമായ രീതിയിൽ ഏത് സമയത്ത് സ്പാർക്ക് ചെയ്യണമെന്ന് ഉറപ്പിച്ചിട്ട് ആ സ്പാർക്ക്
സ്പാർക്ക് പ്ലഗിലേക്ക് പോകുന്ന കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ഇഗ്നീഷൻ ടൈമിങ് കൺട്രോൾ ചെയ്യുന്നത് പെട്രോളിൻ്റെ ECU ആണ്. ഇതാണ് ഒരു ബേസിക് CNG കിറ്റ് കൺവെർഷൻ, അതായത് CNG പെട്രോൾ വണ്ടികളിൽ CNG കിറ്റ് കയറ്റുന്നതിൽ നടക്കുന്ന കാര്യം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ശരി, അപ്പോൾ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം. പിന്നെ എന്തെങ്കിലും അസിസ്റ്റൻസ്, ഡയറക്റ്റ് അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ അത് ചാർജബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ